അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ ഇന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ടേബിളിൻ്റെ മേലെ ഒരു വൈറ്റ് വാൾപേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ ഇത് ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മൊത്തത്തിൽ ഏറെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേച്ചിനെയൊക്കെ കൂട്ടിയിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കാണുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള ടേബിളിനെയാണ്. ആ ഒരു വാൾപേപ്പർ ഒട്ടിച്ച ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഡെസ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഡെസ്ക് മേക്ക് ഓവർ എന്നുള്ള കാര്യമേ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക്. പിന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായ ഒരു വാൾ ഡെക്കോറും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇതുപോലെ അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വാൾപേപ്പർ ഒട്ടിച്ച ശേഷം നമ്മുടെ ഡെസ്ക് കാണാനുള്ളത്. ആദ്യം തന്നെ ഡെസ്ക് ഞാനൊരു തുണി വെച്ച് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ടൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുന്നേ അൺബോക്സ് ചെയ്തിട്ടുള്ള ഈ 2 സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് വാളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഈ ഒരു വാൾ പോസ്റ്റേഴ്സാണ്. ഇതൊരു 50 പീസ് വരുന്ന വാൾ പോസ്റ്റേഴ്സാണ്. ആദ്യം തന്നെ ഞാനത് മൊത്തത്തിൽ ഡെസ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏതൊക്കെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഡബിൾ സൈഡഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാനിത് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെയാണ് ഇത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇത്രയും ചെയ്തിട്ട് നിർത്താമെന്നാണ്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലീവ്സ് ഈ വാൾ പോസ്റ്റേഴ്സിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടി ഒട്ടിച്ചു കൊടുത്ത സമയത്ത് ഡെസ്കിൻ്റെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു 2 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ വാൾ ഇത്ര അടിപൊളിയായിട്ട് ഡെക്കോർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ വാളിൻ്റെ റൈറ്റ് സൈഡിൽ ബ്ലാങ്കായി കിടക്കുന്ന സ്പേസിൽ ഈ ഒരു വാൾ ഗ്രിഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാൾ ഗ്രിഡ് ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കാം. അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പ്രിൻറ്റഡ് പേപ്പേഴ്സാണ്. ഈ ഒരു ചെറിയ വുഡൻ ക്ലിപ്സ് വെച്ചിട്ടാണ് ഞാനിത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 2 ബോ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒരു സ്ട്രിംഗ് ലൈറ്റും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിനി ഡെക്കോറിൻ്റെ ഫ്ലവർ വൈസ് ആണ് ഞാനിവിടെ സ്ട്രിംഗ് ലൈറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വാളിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ടേബിളിൽ സാധനങ്ങൾ കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മുന്നേ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. ഇതുപോലത്തെ 2 ഓർഗനൈസറാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഓർഗനൈസറും പിന്നെ നമ്മൾ DIY ആയിട്ട് ചെയ്തെടുത്ത ഓർഗനൈസേഴ്സും കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ ടേബിൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഓർഗനൈസർ എവിടെ വെക്കുന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ അവിടെ ആയിട്ട് മാറ്റി വെച്ച് നോക്കി. പിന്നെ ബാക്കിയുള്ള ഓർഗനൈസറും കൂടി ടേബിളിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവസാനം നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽസൊക്കെ ഈ ഒരു ഓർഗനൈസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൽക്കഹോൾ മാർക്കേഴ്സും അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓർഗനൈസറിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ അതെടുത്ത് മാറ്റി അതിൽ ആൽക്കഹോൾ മാർക്കേഴ്സ് തന്നെ എടുത്തു വയ്ക്കുകയാണ് ചെയ്തത്.
ഈ ഒരു ഓർഗനൈസറിൻ്റെ താഴത്തെ ഡ്രോയറിൽ ഞാൻ സെലോ ടാപ്പ്, ഡബിൾ സൈഡഡ് ടാപ്പ്, സ്ട്രിങ് ലൈറ്റ് അതുപോലെയുള്ള സാധനങ്ങളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇങ്ങനെയാണ് ഞാൻ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.